ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഇന്ന് ഇവിടെ ഒടുക്കൽ തണുപ്പൊരു ദിവസമാണ്. നല്ല തണുപ്പാണ്. ആക്ച്വലി രാവിലെ 5 മണിയൊക്കെ എണീപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം രാവിലെ പള്ളിയിൽ പോയിട്ട് ഇപ്പം എനിക്ക് വന്നോളൂ. പള്ളിയിൽ പോയി അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇടപാട് തിന്നു. അത്രയും നല്ല തണുപ്പാണ്. സിറ്റിലൊക്കെ മഞ്ഞ് വീണെന്ന് പറഞ്ഞു കേട്ടു, പാലത്തിൻ്റെ ഒക്കെ അടുത്തായിട്ട്. അപ്പോൾ തണുപ്പ് 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 ഫുൾ തണുപ്പ് മഴയാണ് ആക്ച്വലി. സോ ഇന്നിപ്പം ഞാനിപ്പം വന്നിട്ട് ജോർജ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കി. ജോർജ് ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ, ബൈ ദ വേ. സോ ഞാനിപ്പോൾ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ചോറിട്ട് വിശന്നിട്ട് ഒരു രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത്. അപ്പോൾ ചോറൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ ബീൻസും എന്താ പറയുക നമ്മുടെ പൊട്ടേറ്റോയും കൂടെ തോരനൊക്കെ വെക്കാൻ നോക്കുന്നതായിരിക്കണം കേട്ടോ. സോ അപ്പം ഇന്നത്തെ ദിവസം വീട്ടിലിരിക്കുന്ന ദിവസമാണ്. അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള തത്രപ്പാടാണ്, കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ജോർജിയാണ് കേട്ടോ നിൽക്കുന്നത്. ജോർജ്, ഹലോ ജോർജ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട്സൈഡ്? പുള്ളിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. പുള്ളിക്ക് ഔട്ട്സൈഡ് പോകണം എന്ന് തോന്നുന്നു. അപ്പം നമുക്കൊന്ന് അവനെ ഇറക്കി വിട്ടേക്കാം, കുറച്ചേരം പോയി കളിച്ചിട്ട് വരട്ടെ. പൊക്കോ അല്ലേ, തുറക്കും അല്ലേ, വേഞ്ചല്ലേ. അപ്പോൾ രാവിലെ വന്ന വഴി ഞാൻ ചോറൊക്കെ ഇട്ട് കഞ്ഞിയൊക്കെ തിളച്ച് മറിഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീൻസൊക്കെ ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇനി ചെത്തണം, അതിന് വേണ്ടി നോക്കാം ഇരിക്കുന്നത് വിചാരിക്കുകയാണ്. ഇന്നിപ്പം 1-2 വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കൃപാസനത്തിൻ്റെ ഭാഗമായിട്ട് 1-2 വീഡിയോസ് ചെയ്യാനുണ്ട്. അതുകൂടാതെ പറ്റുമ്പോൾ വീഡിയോ ചെയ്യണം. ബിക്കോസ് നാളെ വർക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തേക്കുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് പിന്നെ സമയമൊന്നും കിട്ടത്തില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? നാട്ടിലെന്തുണ്ട് വിശേഷം? ഭയങ്കര ചൂടാന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കേട്ടു. നാട്ടില് ഭയങ്കര ചൂടാണോ? ഓക്കെ. ഈ അടുക്കളപ്പണി ഭയങ്കര പരിപാടിയാണ്. ചുമ്മാ മനുഷ്യന് ഇടപാട് തീർന്ന പരിപാടിയാണ്. ഡ്രസ്സൊന്നും മാറിയില്ല ആക്ച്വലി. സോ കുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കയറി പോയി കുറച്ചെല്ലാം കിടക്കൊന്നും ചേർന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് പോയില്ല. കുക്ക് ചെയ്ത് ചോറുണ്ടിട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മേളിലേക്ക് പോയില്ല. അപ്പം ഇന്ന് നമ്മൾ പെട്ടെന്നൊരു ഈസി കുക്കിങ്ങിൻ്റെ ഭാഗമാണ് ആക്ച്വലി. ഞാനിന്നിപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ബീൻസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങോടെ തോരൻ വെക്കാനുള്ള മീൻസ് ഇങ്ങനെ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിങ് എനിക്ക് ഇന്നൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. ഒത്തിരി മസാലയും അല്ലെങ്കിൽ ഒത്തിരി വർക്കുള്ള കുക്കിങ് ചെയ്യാൻ തോന്നുന്നില്ല. ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, അതാണ് നോക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തുള്ള കുക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിന് ഇടപാട് തീരും. പിന്നെ പാത്രം കഴുകാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി കാണത്തുള്ളൂ. അപ്പം മാക്സിമം പാത്രങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ള കുക്കിങ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ബിക്കോസ് അതാണ് കുറച്ചും കൂടി ഈസി. നമുക്ക് ടയർഡാവും, അല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകി വരുമ്പോഴത്തേക്ക് കഴിയുന്ന നേരം. ഞാൻ അങ്ങനത്തെ കുക്കിംഗ് ആണ് കൂടുതലും ചെയ്യാറ്. ഒത്തിരി യൂസ് ചെയ്യാറില്ല. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ബീൻസിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള മസാലയൊക്കെ ഇട്ട് അങ്ങോട്ട് പേരിക്കണം. പൊളിയായിരിക്കും അല്ലേ. അതപ്പം ഒന്ന് ചെയ്യാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അച്ചാറാണ് മേടിച്ചു പറഞ്ഞാൽ അച്ചാറൊക്കെ തീർന്നു കേട്ടോ. ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് അച്ചാർ ഞാൻ മേടിച്ചായിരുന്നു. ആ അച്ചാർ ഫുള്ള് തീർന്നു. ഇനി ഒരു ദിവസം പോകുമ്പോൾ മേടിക്കണമെങ്കിൽ അച്ചാർ. അവിടെ അച്ചാർ കിട്ടത്തുള്ളൂ, മറ്റോടത്ത് പിക്കിൾ കിട്ടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത സാധാ ഇവിടെയുള്ള ഷോപ്പിൽ ഇന്ത്യൻ ഇത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പലതരത്തിലുള്ള അച്ചാർ കിട്ടും. അച്ചാർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് തീറ്റിയ പരിപാടി. ഒന്നാമത്തെ അല്ല ബിപിയും കയറി പിടിച്ചെങ്കിൽ തീർന്നു. അതും പേടിയുണ്ട്. പക്ഷെ എന്നാലും അച്ചാർ കൂട്ടി തരുമ്പോൾ പ്രത്യേക ഒരു ഇതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബീൻസും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കണേ. ഇനി നമുക്ക് ഒരു കുഞ്ഞ് സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിക്കാം. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ലാത്ത വേറെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാൻ. ആ വല മറ്റേതുണ്ടല്ലോ നമ്മുടെ ഈ തുളയുള്ള ഇത്, ആ സാധനം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ ഭയങ്കര പാടാണ് ഈ ചോറ് ഇങ്ങനെ ഊറ്റിയെടുക്കണമെങ്കിൽ. നമ്മൾ വാർക്കാന്നൊക്കെ പറയത്തില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക്
മറ്റേ പാത്രമൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പം. പക്ഷെ ഇവിടെ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള മേളങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പിടിച്ചിട്ട് വെക്കുക സാധാരണ ചെയ്യാറ്. ഇങ്ങനത്തെ എൻ്റെ പരിപാടികൾ ഇങ്ങനത്തെ പരിപാടികളാണ്. ഇവിടെ ഒരു ആക്ച്വലി ഒരു ഇങ്ങനെ വല പോലെയുള്ള സാധനം ഉണ്ടായിരുന്നു. അതാ മറ്റവൻ അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അത് കണ്ടില്ല സാർ, പിന്നെ കണ്ടിട്ടില്ല. 1-2 ദിവസം ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. ഞാനെടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം പുള്ളി അത് മാറ്റി വെച്ചിട്ടുണ്ട്, കാണില്ല. അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. മീൻസ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഞാനിങ്ങനെ ഈ വെള്ളം ഊറാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഇട്ട് വെക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഇടാൻ പറ്റണില്ല, സാധനം കാണാൻ പോലും ഇവിടെ. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഈ നമ്മുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മറ്റേ നമ്മുടെ ഈ ഒരു തുളയുള്ള പാത്രം ഉണ്ടല്ലോ, എന്നാ എന്താന്ന് പറയണേ, നൊപ്പപ്പാത്രമോ അങ്ങനെയാണെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പാത്രം മേടിച്ചു വന്നു നാട്ടിൽ പോയിട്ട്. അതാകുമ്പോൾ നമുക്ക് ചോറുണ്ടാക്കുന്ന ദിവസം ഇങ്ങനത്തെ മേളങ്ങളൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. വെള്ളമൊക്കെ പൊക്കോളും, പക്ഷെ എന്നാലും ഈ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ചെയ്യണ ഭയങ്കര പാടല്ലേ അത്. ഓക്കെ, ശരിയായി ഇത്രയും ആക്കിയാൽ മതി. അതൊക്കെ അവിടെ ഇരുന്ന് ചൂടൊക്കെ ഒന്ന് പോകും. ഞാൻ മേളിൽ വരെ 2-3 സപ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയേക്കാത്ത, കാരണം ഇവിടെ സ്പേസ് കുറവായാണ്. ഞാൻ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ട് മേളിൽ എൻ്റെ റൂമിൽ സെപ്പറേറ്റ് ബോക്സിലാണ് വെക്കണേ. അവിടെ പോയിട്ട് എടുത്തുന്നില്ല, അതെടുക്കാൻ വേണ്ടി പോയി. ഫൈനലി സവോളൊക്കെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ പച്ചക്കറി 2 അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണ്ടാക്കില്ലേ, മറ്റേ പേരെന്താണ്, മെഴുക്ക് പുരട്ടിയൊക്കെ പോലെ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് കേട്ടോ. സോ ആദ്യം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിട്ട് കൊടുക്കണം ജീരകമാണ്, കടുകിടുന്നില്ല. നമ്മുടെ ചെറിയ ജീരകല്ലേ, ആ ചെറിയ ജീരകം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ ജീരകം ഒരു മുള്ളൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനാണ് പോണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം പതുക്കെ മൂത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച സവോള ഇല്ലേ, ആ സവോള നമുക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈസി കുക്കിംഗ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി സെറ്റപ്പാക്കി റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും പതുക്കെ ഒന്ന് റെഡ് കളർ ആവണം. ഓൾറെഡി റെഡ് വെനീനാണ്. അത് വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ പോലെ ആയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, എന്തായാലും വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ 2 വെജിറ്റബിളും കൂടെ ഇട്ട് കൊടുക്കാം. ബീൻസും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങുമാണ്. ഇവന്മാർ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് സെറ്റപ്പായിട്ട് വെന്ത് വരണം. ഒരു സമയമെടുക്കും. ഇപ്പം പൊടികളൊന്നും ഇടുന്നില്ല. 2 വെജിറ്റബിളും ജസ്റ്റ് ഒന്ന് ആയി വന്നതിന് ശേഷം പൊടികളിടുന്നുള്ളൂ. ഒന്ന് മിക്സായി വരട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മസാലക്കൂട്ടും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലക്കൂട്ട് ഞാൻ ആദ്യം കുക്കിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് മസാല പൊടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. സെറ്റപ്പ് ടേസ്റ്റാണ് കേട്ടോ, നല്ല പൊളി മസാലയാണ്. ഞാൻ കാലടിയിൽ നിന്ന് ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. സെറ്റപ്പ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, അടിപൊളിയല്ലേ, നല്ല കളറല്ലേ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. സമയം എടുക്കട്ടെ, കുഴപ്പമില്ല, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കൈ നമ്മളെടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ട്, ഇതുപോലെ ഇച്ചിരി പേരിനത് വെള്ളം ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് പത്ത് ചെറിയ രീതിയിൽ, ഒത്തിരി വേണ്ട, ചെറിയ രീതിയിൽ ഒറ്റ കിടന്ന് വേവട്ടെ.
അപ്പോൾ എൻ്റെ കറിയിലെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇച്ചിരി പാലും നിറയെ മല്ലിയില ഇല്ലാത്ത കറികൾ കുറവാണ് എനിക്ക്. സോ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇച്ചിരി ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും, നല്ല ഒരു കട്ടയായിട്ട് കിട്ടും. അതുപോലെ തന്നെ മല്ലിയില ഞാൻ കണ്ടിച്ചിട്ടൊന്നുമില്ല, പീസാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് റോ ആയിട്ട് ഡയറക്റ്റായിട്ട് അങ്ങിട്ട് കൊടുത്തേക്കാം. സാധാരണ എല്ലാവരും കണ്ടിക്കും, ചെറുതായിട്ട് പീസായിട്ട് കണ്ടിക്കും, പക്ഷെ ഞാനങ്ങനെയല്ല, ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങിട്ട് കൊടുക്കും. ഒരു രസമല്ലേ? ആ പാലൊഴിച്ചതിൻ്റെയാണ് കേട്ടോ ആ ഒരു ചാറ് പോലെ കണ്ടോ അത് കാണണം. അപ്പം ഇനി അത് ഒന്ന് വെന്ത് വരണം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് വെന്ത് കഴിഞ്ഞാൽ തീർന്നു, പരിപാടി കഴിഞ്ഞു. ഓക്കെ, കറിയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറി നമ്മുടെ മെഴുക്ക് വരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്, മണക്കം നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കൂട്ടിയിട്ട് ഇച്ചിരി ചോറിനാൻ പോവാണ് ആക്ച്വലി. സോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. I will definitely come back with a definitely interesting video on why. So just wait and stay tuned with me, Justin Lewis, Dublin, Balu World.